എടി ചിഞ്ചു, എന്നോട് എത്ര നേരമായി പറഞ്ഞ ആ പുള്ളി അവിടെ വന്നിരിക്കണല്ലോ, ഒരു ഗ്ലാസ് ചായ എടുക്കാൻ പാടില്ലേ? എന്താ സോണിച്ചിന്റെ ഉദ്ദേശം? ഇതിപ്പോ ഒരാഴ്ചയാലേ പരിപാടി തുടങ്ങിയിട്ട്. സ്നേഹമൊക്കെ നല്ലത് തന്നെയാണ്, അയൽവക്കോട് സ്നേഹം വേണം. പക്ഷെ എപ്പോഴും ഒരു ഗ്യാപ്പ് ഇട്ടുള്ള സ്നേഹമാണ് എപ്പോഴും നല്ലത്, മനസ്സിലായ? അല്ലാതെ കൂടുതൽ സ്നേഹിക്കാൻ നിന്നുണ്ടെങ്കിൽ അത് പല പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും. അതൊന്നും നിങ്ങൾ ചിന്തിക്കാത്ത, ഉള്ള സ്നേഹം കൂടി ഇല്ലാണ്ടാക്കണോ? ഒരു ഗ്ലാസ് ചായ എടുത്തു എന്ത് ഇത്ര ബുദ്ധിമുട്ട്? ഇതിപ്പോ ഒരാഴ്ചയായി ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. ഇത്രമാത്രം സംസാരിക്കാനും പെരുമാറാനൊക്കെ എന്തുട്ടാ ഉള്ളത്? നമ്മളൊന്നാതെ വന്ന് താമസിക്കുന്നവരാണ്. ഈ മുറ്റം വരെ തുടങ്ങി ഈ സൗഹൃദത്തിനകത്തോട്ടാവും. പിന്നെ പതുക്കെ പതുക്കെ നമ്മുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാൻ തുടങ്ങും. അപ്പൊ നമ്മൾ സൗഹൃദത്തിന്റെ പേരിൽ നമ്മൾ പലതും പറഞ്ഞു പോകും. ലാസ്റ്റ് ചെറിയൊരു ഇഷ്ടക്കേട് വരുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് പറഞ്ഞുണ്ടാക്കാനും നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പോയി പറയാനൊക്കെ നല്ല ഉത്സാഹം വരും. ഉള്ള സ്നേഹം ഇല്ലാണ്ടാക്കണം. അയൽവക്കം വേണം, നമ്മളെപ്പോഴും ആ അയൽവക്കം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നാണ് ഞാൻ പറയണത്. അല്ലാണ്ട് മിണ്ടരുത് എടുക്കരുതെന്നല്ല. പക്ഷെ ഒരുപാടായാലും അത് പ്രശ്നമാണ്. കേട്ടിട്ടില്ലേ, അധികമായ അമൃതും വിഷവും. അതുപോലെ തന്നെയാണ് ഏത് ബന്ധമാണെങ്കിലും അതൊരു ഡിസ്റ്റൻസിന് അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല, മനസ്സിലായോ? അത് സോണിച്ചിട്ട് ആദ്യം അത് മനസ്സിലാക്കുക. അല്ല ഇപ്പൊ ചിലപ്പോ ഒരു ഡിസ്റ്റൻസ് കാണിക്കുമ്പോഴത്തേക്ക് ഒരു ഗ്യാപ്പ് ഇടുമ്പോ ചേട്ടൻ ചിലപ്പോ തുടക്കത്തിൽ ഒരു വിഷമം ഉണ്ടാവും, പിന്നെ അത് നോർമൽ ആയിക്കോളും. പക്ഷെ ഒരുപാട് സ്നേഹിച്ച് പെട്ടെന്ന് ഒരു ചെറിയ ഇഷ്ടക്കേടോ വഴക്കോ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ വലിയൊരു ഗ്യാപ്പ് ഒന്നും ഒരിക്കലും മിണ്ടാതെ ആകാനുള്ളൊരു ചാൻസ് കൂടുതലുണ്ട്. ഒരുപാട് സ്നേഹിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് വന്നതിലും നല്ലതാണ് ഇപ്പോഴേ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് ആ ഒരു സ്നേഹം നിലനിർത്തണം. വലിയൊരു സ്നേഹത്തെ ഇല്ലാണ്ടാക്കണമെങ്കിൽ നല്ലതല്ലേ ഇപ്പോഴേ ഒരു ഗ്യാപ്പ് ഇട്ട് നിർത്തണം. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. നാളെ നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഓടി വരാനുള്ളത് അയൽവക്കക്കാരാണ്. നമ്മുടെ വീട്ടുകാരും എല്ലാ ബന്ധുക്കളൊക്കെ എത്തുന്നതിന് മുമ്പേ അയൽവക്കക്കാരായിരിക്കും ഓടി എത്തുന്നത്. അവർക്കൊരു ആവശ്യം വന്ന് നമ്മളും അതുപോലെ തന്നെ ഓടിയെത്താൻ നമ്മളാണ് ആദ്യം. അവരുടെ മക്കൾ വന്നുമ്പോൾ നമ്മളായിരിക്കും ഓടിയെത്താൻ പോകുന്നത്. അപ്പോൾ ആ ബന്ധം അല്ലെങ്കിൽ ആ ഓടി വരാനുള്ള ആൾക്കാരെ നമ്മളിപ്പോഴേ ഒരു ഗ്യാപ്പോട് കൂടി സ്നേഹത്തോടെ നിലനിർത്തുന്നതാണ് നല്ലത്. ഒരുപാട് സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഓടി വരാനുള്ള ഒരു സ്നേഹബന്ധം പോലും ഇല്ലാണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയണത്, സ്നേഹം വേണം, പക്ഷെ എല്ലാത്തിനും ഒരു അളവും വരുത്തിയിട്ടുണ്ട്.